ഇതാരീ നേരത്ത്? നീ പോയി നോക്ക്. നമസ്കാരം. എന്നെ മനസ്സിലായി കാണുമല്ലേ? അതെന്തോ നേതാവ് അങ്ങനെ ഒരു ചോദ്യം? നേതാവിന് അറിവില്ലാത്ത ആരെങ്കിലും ഈ ജില്ലയിലുണ്ടോ? അത് ശരിയാണ്. ഇല്ല, മനസ്സിലായില്ല. ഞാനാണ് ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി സതീശ വെടിക്കുട്ടി. നമ്മുടെ ചിഹ്നം പൂക്കുറ്റി. ഹായ് ചേട്ടാ, ഇവിടെ ഉണ്ടായിരുന്നു എന്റെ ചേട്ടാ. തുണി ഇലക്കിട്ട് ഒരാഴ്ചയല്ലേ? ഒന്നും മേടിക്കണ്ട, നമ്മളലക്കി തരും. മോനേടാ ഇങ്ങോട്ടോ. ഈ വീട്ടിൽ അലക്കാതെ കിടക്കുന്ന എല്ലാ തുണികളും ഇന്ന് നമ്മൾ നനച്ചു കൊടുക്കണം, കേട്ടല്ല? ഇന്നാ പിടിച്ചോ. കേട്ടെണ്ണ ഇതെന്തോന്ന്? ചേട്ടാ, ചേട്ടൻ മേടിക്കണ്ട, അതൊക്കെ നമ്മുടെ പയ്യന്മാർ നോക്കിക്കോളും. ചേട്ടാ അവിടെ ഇരുന്നോ, ഇരി അങ്ങോട്ട്. ഹായ് ചോറ്. എല്ലാ തുണിയും എടുത്ത് ചേച്ചി ആ സാരിയും കൂടെ ഒരു തന്നിരുന്നെങ്കിൽ. അപ്പൊ ചേട്ടാ ചേച്ചി ഓർമ്മയുണ്ടല്ല, നമ്മുടെ ചിഹ്നം പൂക്കുറ്റി. പൂക്കുറ്റിക്ക് തന്നെ കുത്തണം. നമ്മുടെ നാടിന് വികസനം വരണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഏതാ നേതാവേ? അതത്രേ ഉള്ളൂ. അയ്യോ, ചേച്ചിയുടെ നൈറ്റി ആയിരുന്നു. ആ, ഇതങ്ങേരത് പാണയും പാട്ട്. അപ്പൊ ചേട്ടാ ചേച്ചി, ഊണ് സൂപ്പറായിരുന്നു. സാമ്പാറ് ബഹുകേമം. ആപ്പിളും കൊള്ളാം. എലക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ വരകൂടി വരും. സാമ്പാർ കൂട്ടി ചോറ് ഞാനും വരും. ഇലക്ഷൻ വരെ ജീവനോടെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതുണ്ടോ ചേട്ടാ അങ്ങനെ ടോക്കും? ചേട്ടാ, എലക്ഷൻ കഴിയണത് വരെ അങ്ങനെയൊന്നും ആലോചിക്കാനോ ചിന്തിക്കാനോ പാടില്ല, കേട്ടാ ചേച്ചി? അതെ, ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിട്ട് ചോറിൽ വിഷം കലർത്തിയിരുന്നു. അതാണിപ്പോ നിങ്ങൾ വന്ന് കഴിച്ചത്. ആപ്പിളാ? ആ പോയ വിമാനത്തിൽ നിന്ന് വീണതായിരിക്കും. വിദേശി ആപ്പിളായിരിക്കും. നേതാവ് ചത്തു. ഓ മതിയടാ, തുണി നനച്ച മതിയടാ. ഞാൻ ഇപ്പൊ ചത്തോടാ, എനിക്ക് കണ്ണൊന്നും കാണാൻ പറ്റില്ലടാ, എന്റെ കണ്ണൊക്കെ വക്കണടാ. നേതാവ് ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. അഥവാ നേതാവ് തട്ടിപ്പോവേണമെങ്കിൽ ഞാൻ ഇലക്ഷൻ ഇന്ന് ജയിച്ച് നേതാവിന്റെ പേരിൽ ഒരു രക്തസാക്ഷി മണ്ഡപം ഞാൻ പണിയും. അപ്പൊ നമ്മുടെ പാർട്ടിക്ക് രക്തസാക്ഷി ആയല്ലേ അണ്ണ? ഏറെക്കുറെ. എനിക്ക് എംഎൽഎ ആവാൻ പറ്റൂലേ? എടാ, എന്നെ നല്ല വല്ല ആശുപത്രിയിൽ കൊണ്ടുപോണേടാ. നേതാവേ, എനിക്ക് കത്രിക ചമക്കാൻ വയ്യടാ.